നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയാണ് ചരിത്രപരമായിട്ടുള്ള വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം വിജയങ്ങളുടെ പുറകിൽ ഇത്തരം തീരുമാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അത്തരം നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ദിവാകരൻ മാഷാണ്. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസസ് തൃശ്ശൂരിലെ കെമിസ്ട്രി അധ്യാപകനാണ്. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസസ് തൃശ്ശൂരിൽ മാത്രം ഉള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത വളരെയധികം കാലങ്ങളായിട്ടുള്ള അതിൻ്റെ പാരമ്പര്യം തന്നെയാണ്. 64 വർഷത്തോളം ഈ ഒരു രംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ സ്ഥാപനം ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ സയൻസ് സെലക്ട് ചെയ്യുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങൾ സെലക്ട് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ റെഗുലറായിട്ട് അവർ പഠിക്കുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു റിപ്പീറ്ററായി മാറാതെ തന്നെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുദ്ദേശിക്കുന്ന ഒരു കോഴ്സിന് അവരുദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിൽ, അതിപ്പോൾ എൻജിനീയറിംഗ് കോഴ്സസ് ആണ് എങ്കിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാവുന്ന ലോകോത്തര നിലവാരം പോലെ പാലിക്കുന്ന ഇന്ത്യയിലെ IIT-കളിലായിരിക്കും എല്ലാവരും സ്വപ്നം കാണുക, അല്ലേ? അപ്പോൾ ആ IIT-കളിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങളെ എങ്ങനെ തയ്യാറാക്കണം, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള ട്രെയിനിങ് തരാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ MBBS-ന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. സ്വാഭാവികമായിട്ടും എയിംസ് ആയിരിക്കും ഒന്നാമത്തെ ചോയ്സിൽ വരിക. എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങൾ. അതുപോലെ +1 +2 സിലബസിനോടൊപ്പം തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു റിപ്പീറ്റർ ആവാതെ എങ്ങനെ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും, അതിനെക്കുറിച്ചാണ് വിഷയം. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റൈറ്റ്? അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യബോധത്തോടു കൂടി സഞ്ചരിക്കുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. സയൻസ് വിഷയങ്ങളെടുത്ത് നമ്മൾ 11ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നൊരു വിഷയമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പാറ്റേണിലല്ല 11ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. പ്രത്യേകിച്ചും 10ാം ക്ലാസ് വരെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ളൊരു കുട്ടി ഒരു പക്ഷേ 11ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒന്ന് പതറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ കാലാകാലമായി നടന്നു വരുന്നതാണ് നമ്മളിവിടെ ബ്രിഡ്ജ് കോഴ്സ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഏപ്രിൽ ഒരു 3rd വീക്കോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5-2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. ആ ബ്രിഡ്ജ് കോഴ്സിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അതിന് രജിസ്റ്റർ ചെയ്യണം, ജോയിൻ ചെയ്യണം. എന്താണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ദേശം? 10ാം ക്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്കുള്ള ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആണ് നമ്മളവിടെ കുട്ടികളെ ഒരുക്കുന്നത്. അപ്പോൾ വെക്കേഷനൊക്കെ നഷ്ടപ്പെടില്ലേ സാറേ? തീർച്ചയായിട്ടും വെക്കേഷൻ നഷ്ടപ്പെടും. വെക്കേഷൻ നഷ്ടപ്പെടുക എന്നുള്ളതിലും എത്രയോ ഉപരിയായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ട് എന്ന് എല്ലാവരും ഓർക്കണം. കോഴിക്കോട് NIT പോലെ, ട്രിച്ചി NIT പോലെ അത്തരം സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ, അതുപോലെ എയിംസിൽ ഒരു MBBS സീറ്റ്, അങ്ങനെയുള്ള സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചില ത്യാഗങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ അവെയറാണ്, യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ 7ാം ക്ലാസ് മുതൽ കോച്ചിങ്ങിന് വരുന്ന കുട്ടികളുണ്ട്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, അപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ധാരാളം കുട്ടികളെ നമുക്കറിയാം, അല്ലേ? എന്നാൽ അതൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത, ഇതൊന്നും ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾക്കത് യാത്ര ചെയ്ത് എത്താൻ സാധിക്കും. അതിന് പറ്റിയ പല കോഴ്സുകൾ. ഒന്ന് ഞാൻ ഈ പറഞ്ഞു, 10ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്കുള്ള ബ്രിഡ്ജ് കോഴ്സ്.
അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് വരുന്ന നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാംസ് നമ്മുടെ സൈറ്റുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രിഫർ ചെയ്യുന്ന സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പസിൽ നിന്നുകൊണ്ട് പ്യൂർലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാം. സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അതിന് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ ആ സിലബസ്, തിയറിയും അതിൻ്റെ എൻട്രൻസും എല്ലാം കവർ ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് ഷെഡ്യൂൾഡ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകൾ, ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാംസ് നമ്പർ 2. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകൾ, ഓൺലൈൻ ട്യൂഷൻസ്, ഹൈബ്രിഡായിട്ട് ഓൺലൈൻ ട്യൂഷൻസ്, അതുപോലെ ട്യൂഷൻ വിത്ത് എൻട്രൻസ് വരുന്ന കോഴ്സുകൾ. അതിലെല്ലാം തന്നെ ഓൺലൈനുമുണ്ട്, ഓഫ്ലൈനുമുണ്ട്, ഹൈബ്രിഡുമുണ്ട്. വെക്കേഷൻ ബാച്ചിൽ പ്രത്യേകം ക്ലാസ്സുകൾ കൊടുക്കുന്ന പ്രത്യേകം സിസ്റ്റംസ് ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓർ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ദീസ് കോഴ്സസ്. നിങ്ങൾക്ക് വിളിച്ചാൽ, ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. സൈറ്റുകളിൽ നിന്നും ലഭ്യമാണ്. റൈറ്റ്. എന്തൊക്കെയാണ് നമ്മൾ ഇത്തരം ഒരു കോച്ചിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആ സ്ഥാപനത്തിലെ സൗകര്യങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും ക്ലാസ് റൂമുകളാണെങ്കിലും, AC ക്ലാസ് റൂമുകളാണെങ്കിലും, അതുപോലെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾ, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികൾ, അത്തരം സംവിധാനങ്ങൾ, പഠന സാമഗ്രികൾ എല്ലാം അത്യാധുനിക രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. അധ്യാപകരുടെ കാര്യം, ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഏത് വിഷയമെടുത്താലും ശരി, ആ വിഷയത്തിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും വ്യക്തമാക്കി പഠിപ്പിച്ചു തരാനുള്ള കഴിവുള്ള ഒന്നാം തരം അധ്യാപകർ തന്നെയായിരിക്കും എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ആവട്ടെ, അധ്യാപകരാവട്ടെ, ക്ലാസ് റൂം ഫെസിലിറ്റീസ് ആവട്ടെ, അതുപോലെ തന്നെ ഹോസ്റ്റൽസ് മിനിമം മൂവ്മെൻറ്റ് നടക്കുന്ന രീതിയിലാണ് ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്കൂളിലേക്ക് പോകുന്ന ഇൻ്റഗ്രേറ്റഡ് കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന യാത്ര ഒഴിച്ചാൽ ബാക്കി പൂർണ്ണമായിട്ടും റെസിഡൻഷ്യലായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ഏറ്റവും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാർഡന്മാരുടെ സൗകര്യങ്ങളാണെങ്കിലും ഐ എം ഷുവർ യു വിൽ ഫീൽ ലൈക്ക് യു വിൽ ബി ഫീലിംഗ് അറ്റ് ഹോം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സംവിധാനങ്ങളും വാർഡന്മാരാണെങ്കിലും മറ്റ് സൗകര്യങ്ങളാണെങ്കിലും ഫുഡാണെങ്കിലും മറ്റ് എല്ലാ കാര്യങ്ങളും, റിലാക്സേഷൻസിനുള്ള മറ്റ് സൗകര്യങ്ങൾ, അത്യാവശ്യം കളിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠനം നടത്താൻ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ ആ സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം വിനിയോഗിച്ച് ഇവിടെ പഠിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കാലഘട്ടങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ലെഗസിയുള്ള, ഇത്രയും പാരമ്പര്യമുള്ള ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ സാധിക്കും. അവർ തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് അന്നും ഇന്നും. ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ആൾക്കാർ, അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അതിങ്ങനെ തലമുറകളായിട്ട് ഇങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട്. അത് തന്നെയാണ് എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ളത്. ആ പരമ്പരയിലേക്ക്, ആ സ്ട്രീമിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ആസ്വദിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഫസ്റ്റ് ഹിറ്റിൽ തന്നെ ലക്ഷ്യം കാണാൻ ആഗ്രഹിക്കുന്ന, ഒരു റിപ്പീറ്റർ ആവുന്നത് ഒരു മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് ഹൈലി പെയിൻഫുൾ. ഒരുപാട് അതിനു വേണ്ടിയിട്ട് രണ്ടാമത് ഒരു പ്രയത്നം എടുക്കേണ്ടി വരുന്നൊരവസ്ഥ ആവശ്യമില്ല എന്നുള്ളത് ഒരുപാട് കുട്ടികൾ തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിൽ ആദിലിനെ പോലെ, അഭിജിത്തിനെ പോലെ, പല ഹാസിലിനെ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതിലിനൊക്കെ IIT-യിൽ ക്വാളിഫൈ ചെയ്യുന്നു. അതേ സമയത്ത് MBBS-ന് ക്വാളിഫൈ ചെയ്യുന്നു. ഏത് സെലക്ട് ചെയ്യണം എന്ന ഒരു കൺഫ്യൂഷനിലാണ്. അതുപോലെ എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ ടാർഗറ്റിലേക്ക് എത്തിയ ധാരാളം വിദ്യാർത്ഥികൾ അന്നും ഇന്നും ഈ സ്ഥാപനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഹിറ്റ് റേഷ്യോ
എന്താ ഹിറ്റ് റേഷ്യോ? റിസൾട്ടിൻ്റെ റേഷ്യോ. എത്ര കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്നു, എത്രയാണ് കുട്ടികൾ സെലക്റ്റഡ് ആവുന്നത്. സെലക്റ്റഡ് ആവുമെന്ന് വെച്ചാൽ വെറുതെ സെലക്റ്റഡ് ആവുന്നതല്ല, അവർ ഏത് കോഴ്സിന് ഉദ്ദേശിക്കുന്നുവോ ആ കോഴ്സിന് സെലക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹിറ്റ് റേഷ്യോ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ധൈര്യത്തിൽ ഇങ്ങോട്ട് വരിക. ഈ പറയുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെലക്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഒരൊറ്റ അറ്റംപ്റ്റിൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് +1 +2 അതിഗംഭീരമായിട്ട് ഒരു വിജയമാക്കി തീർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഏത് മത്സര പരീക്ഷയാണോ നമ്മൾ ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മത്സര പരീക്ഷ അതിഗംഭീരമായിട്ട് വിജയിച്ച് നമ്മൾ ഏത് കോളേജിൽ അഡ്മിഷൻ ഉദ്ദേശിക്കുന്നുവോ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ അതിന് സന്നദ്ധമായിട്ട് 100% നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുകയാണ്. എന്താണ് ഞങ്ങളുടെ ഒരു പോരായ്മ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്താണ് ഞങ്ങളുടെ ഒരു പോരായ്മ? ഞങ്ങളുടെ ഒരു പോരായ്മ ഞാൻ കണ്ടിട്ടുള്ളത് പരസ്യങ്ങളുടെ പിന്നാലെ പോവുകയോ പരസ്യങ്ങളിലൂടെയുള്ള ഗിമ്മിക്കുകളിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോരായ്മ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.